ഹലോ ഗൈസ്, നിങ്ങൾക്കും എന്നെപ്പോലെ എങ്ങനെ കുത്തി വരയ്ക്കാം, കുത്തി വരച്ചൊരു ആർട്ട് ചെയ്യാം എന്ന് നമുക്ക് പഠിക്കാം. അത് നിങ്ങൾക്കൊരു 5 രൂപയുടെയോ 10 രൂപയുടെയോ, ഇപ്പം അതിനൊക്കെ ബുക്ക് കിട്ടുമോ അറിയില്ല, അങ്ങനൊരു ബുക്ക് ഞാൻ വെച്ചിരിക്കുന്ന ഇതേപോലെ ഇതൊരു വാളിലൊട്ടിക്കുന്ന ഒരു പേപ്പർ പോലത്തെ ഒരു സ്റ്റിക്കർ സംഭവമാണ്. അതാണ് ഞാനിവിടെ എന്താ പറയുക, ഒരു ഡെക്കറേഷന് വേണ്ടി വെച്ചിരിക്കുന്നത്. ബ്ലാക്ക് ഒരു ജെൽ പെൻ അത് വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ ജസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു കുത്തി വരയ്ക്കാം. എനിക്കിഷ്ടമുള്ള രീതിയിൽ കുത്തി വരച്ചു. നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ വരയ്ക്കില്ലേ, അതേപോലെ വരച്ചു. ഇനി നിങ്ങൾക്കത് കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടി കുറച്ച് ചെറുതാക്കാം. ഓരോ ഇതും ചെറുതാക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് വരയ്ക്കാം. ആൻഡ് ഇതേപോലെ ചെറിയ ചെറിയ രീതിയിൽ ഗ്യാപ്പിട്ട് ആദ്യം നിങ്ങൾ ചെയ്യുമ്പോൾ വേണമെങ്കിൽ നല്ലപോലെ ഗ്യാപ്പിട്ട് കൊടുത്തു. എനിക്ക് കറക്റ്റായിട്ടൊരു റൗണ്ട് ഷേപ്പ് പോലും വരയ്ക്കാൻ അറിയാത്ത വ്യക്തിയാണ് ഞാൻ. സ്കെയിൽ വെച്ച് വരച്ചാൽ പോലും എൻ്റെ ഇത് തെറ്റിപ്പോവും. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് അകലം പാലിച്ച് വരയ്ക്കുന്നതൊക്കെ നല്ലതായിരിക്കും. ഇഷ്ടമുള്ള പോലെ ഇതാണ് അതിൻ്റെ രീതി വരുന്നത്. ഇത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഈ റൗണ്ട് ഷേപ്പിലുള്ളതൊക്കെ അവിടെ ഇട്ടിട്ട് ബാക്കിയുള്ളതൊക്കെ ചെറുതായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഓക്കെ, അത് ഫില്ല് ചെയ്തതിന് ശേഷം റൗണ്ട് ഷേപ്പ് ഇപ്പോൾ ഞാൻ വീഡിയോ കുറച്ച് കഴിഞ്ഞിട്ടാണ് അതിൽ വേറെ കളർ കൊടുക്കാമായിരുന്നു. ഞാൻ എപ്പോഴും ചെയ്യുന്നത് ബ്ലാക്കാണ്, അപ്പോൾ വേറെ കളർ കൊടുക്കാമായിരുന്നു എന്ന് തോന്നിയത്. ഓക്കെ, ഇനി നമുക്ക് അവിടെയൊക്കെ ഫില്ല് ചെയ്യാം. അതായത് നിങ്ങൾക്ക് തോന്നും ഒരു ചെറിയൊരു പോർഷനൊക്കെ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന പോർഷനിൽ ഇത് ചെയ്താലല്ലേ ഭംഗി ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ഒരു എന്താ പറയുക, ചതുരമായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ കുറച്ച് വലിപ്പമുള്ള പോർഷനിലൊക്കെ ചെയ്താൽ ഇത് ഭയങ്കര ബോറാവില്ലേ, ഇത് കറക്റ്റായിട്ട് അങ്ങനെ കിട്ടുമോ, അങ്ങനെയൊക്കെ എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന സംശയമാണ് കേട്ടോ. പിന്നെ ഞാനത് ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഓക്കെ ആയി. എനിക്കത് നമ്മളെങ്ങനെ ചെയ്താലും ഇതൊരു ആർട്ടാണ്, എങ്ങനെ കുത്തി വരച്ചാലും അതൊരു ആർട്ടാണ്. ഞാനിത് ഓഫീസിൽ വെറുതെ ഇരുന്ന ടൈം, ബോറടിച്ചിരുന്ന ടൈം, എനിക്ക് എല്ലാവരും വർക്ക് ചെയ്യുമ്പോൾ ഞാനെങ്ങനെ ഫോൺ എടുക്കാമെന്ന് വിചാരിച്ചിരുന്ന ടൈമിൽ വെറുതെ ചെയ്തൊരു സംഭവമാണ്. ഓക്കെ, ആ വെറുതെ ചെയ്ത സംഭവം ഒരു ആർട്ടാണെന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ ഈ വീഡിയോ ഇടുന്നതിനൊരു 1-2 ദിവസം മുന്നെയാണ് എനിക്കത് മനസ്സിലായത്. ഇതൊരു ആർട്ടായിരുന്നു, ഇതിനിങ്ങനൊരു പേരുണ്ടായിരുന്നു. ഇത് ഇത്രയും ഫേമസ് ആയിട്ട് ഇത്രയും എഫേർട്ട് എടുത്ത് കുറച്ച് പേരൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാം, ഒരുപാട് യൂട്യൂബ് ചാനൽസ് ഉണ്ട്, ഭയങ്കര എഫേർട്ട് എടുത്ത് ചെയ്യുന്നവരുണ്ട്. അവർക്കൊക്കെ അത്യാവശ്യം വരയ്ക്കാനറിയാം, പക്ഷേ നമുക്കെന്തറിയില്ല, വരയ്ക്കാനറിയില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ തട്ടിക്കൂട്ട് സാധനങ്ങളൊക്കെ ചെയ്യുക. ഇപ്പം നിങ്ങൾക്കിത് കണ്ടാൽ അറിയാം, ഈ ഒരു പോർഷൻ കണ്ടാൽ അറിയാം എന്ത് ബോറായിട്ടാണ് നമ്മളിത് വരച്ച് വെച്ചത്. നമ്മളാണ് അതിനെ ഭംഗിയാക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് ഈ ചെറിയ വട്ടത്തിൽ റൗണ്ടിലൊക്കെ നമുക്കിങ്ങനെ കുഞ്ഞു റൗണ്ട് ഇട്ട് കൊടുക്കാം. അത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു ആർട്ട് ചെയ്ത് വീഡിയോ ഇടുന്നത്. ഞാൻ അല്ലാണ്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ആ ആർട്ടൊന്നും ഇപ്പം എൻ്റെ കയ്യിൽ. നമുക്കിനി ആർട്ടെന്ന് തന്നെ വിളിക്കാം ഗൈസ്. ഇതൊരു വർക്കാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, എഫേർട്ട് ഇട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതൊരു വർക്കാണ്. ഓക്കെ, നമ്മുടെ ടൈമാണ്, നമ്മുടെ ജീവിതത്തിലെ ഞാനൊരു 5 മിനിറ്റ് ഇതിനെടുത്തിട്ടുണ്ടെങ്കിൽ ഇതെനിക്ക് ആ 5 മിനിറ്റ് വാല്യൂ ഉള്ള സംഭവമാണ്. ഞാൻ 5 മിനിറ്റ് 10 മിനിറ്റിൽ 1 മണിക്കൂർ ഒരാളോട് സംസാരിച്ചാൽ ആ വ്യക്തിയോടുള്ള സംസാരത്തിലെ ആ ഒരു ടോക്ക് അത്രയും വാല്യൂ ഉള്ളതാണ്. അപ്പം നമുക്ക് ഇനിയും ഈ റൗണ്ടൊക്കെ വിട്ടിട്ട് അതിലൊക്കെ കളർ ചെയ്ത് നോക്കാം. ഓക്കെ, എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയില്ല, നമുക്ക് ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാം. അത് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലൊക്കെ കളറടിച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് നോക്കാം. നമുക്ക് ബ്ലാക്ക് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. എൻ്റെ ഈ കളർ പെൻ ഉള്ളതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. ഇതിന് 4 എണ്ണത്തിനും കൂടി ഐ തിങ്ക് ഒരു 75 രൂപയായിട്ടുണ്ടാവും. ഇതാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്, കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. റെഡ് ഇട്ടപ്പോൾ റെഡിൽ ആ ഒരു പേപ്പർ കളർ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടായില്ല. കുറച്ചുകൂടെ വലുതിടാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. എന്നാലും കുഴപ്പമില്ല, ഇരിക്കട്ടെ. ഇത് വളരെ കുഞ്ഞായിട്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഒരു ഭംഗിയൊക്കെ ഉണ്ടാകും. നിങ്ങൾക്ക് വലുതായിട്ട് ചെയ്യണമെങ്കിലും ചെയ്യാം, അതും ഒരു ആർട്ടാണ്. ഞാൻ നോക്കിയിട്ട് വലുതായിട്ട് ചെയ്യുന്നതും ചെറുതായിട്ട് ചെയ്യുന്നതും ഒക്കെ ഒരു ആർട്ടാണ്.
നല്ല രസമാണ് ചിലരൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ. ഓഫ്, ഇതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുമോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കുറച്ച് ഇത് ആർട്ടാണ്, കുറച്ച് പേര് ചെയ്യുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇരുന്ന് കുറേ പേരുടെ ഇതേപോലുള്ള വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ട്, ഇവരൊക്കെ എത്ര അടിപൊളിയായിട്ട് ചെയ്യുന്നത്, എന്നെക്കൊണ്ട് ഇതൊക്കെ പറ്റുമോ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ പറ്റും. അത് നമ്മളൊന്നിരുന്ന് ഇതാണ് അതിൻ്റെ ഒരു ടെക്നിക്കൽ സംഭവം എന്ന് മനസ്സിലായാൽ അത് ഓക്കെയാണ്. നമുക്ക് ബ്ലൂ ഷെയ്ഡ് കൊടുക്കാം. നമ്മൾ റെഡും കൊടുത്തു, ഗ്രീനും കൊടുത്തു, ഇനിയും ബ്ലൂ ഷെയ്ഡ് കൊടുക്കാം. കുഴപ്പമില്ലാന്ന് തോന്നൂല്ലേ? കുഴപ്പമില്ലായിരിക്കും. ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് നമുക്ക് ഏതൊരു ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാം. നമുക്കിത് റൗണ്ടിൽ ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ടൈം വീഡിയോ വേണമെങ്കിൽ റൗണ്ടിലിട്ട് കാണിക്കാം. ഇനി ഈ ഒരു ആർട്ടല്ലാണ്ട് വേറെയും പല രീതിയിൽ നമുക്കിതിനെ 3D ആക്കിയും എങ്ങനെ വേണമെങ്കിലും ഇതിനെ ചെയ്യാൻ പറ്റും. ഇത് എന്തുകൊണ്ട് ഇതൊരു ആർട്ടായെന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് എല്ലാവരും ഇത് നോട്ടീസ് ചെയ്യുന്നതുകൊണ്ടാണോ, ഇങ്ങനൊരു സംഭവം പെട്ടെന്ന് എല്ലാവരും നോട്ടീസ് ചെയ്യും. അപ്പോൾ അവർ വിചാരിക്കുക ഇത് ഭയങ്കര പാടാണ്, ഭയങ്കര എഫേർട്ട് എടുത്ത് ചെയ്യുന്ന സംഭവമെന്നാണ്. പക്ഷെ ഒന്നുമല്ല ഗൈസ്, നമ്മളൊരു ഫേസോ അല്ലെങ്കിൽ ഒരു പൂച്ചയെ വരയ്ക്കുന്ന, ഒരു ക്യാറ്റിനെ വരയ്ക്കുന്ന അത്ര പോലും എഫേർട്ട് ഇതിനെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കുത്തി വരയ്ക്കാൻ കഴിവുണ്ടെങ്കിൽ വെറുതെ പേനയെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കാം. നമ്മുടെ തോന്നിയ ഇഷ്ടത്തിന് വരയ്ക്കാൻ കഴിവുണ്ടെങ്കിൽ ഇത് നമ്മളെക്കൊണ്ട് പറ്റും. ബോറടിച്ചിരിക്കുന്നവർക്കൊക്കെ സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്ന സംഭവമാണ്. ഓക്കെ, ഇതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.